കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള അതിജീവന സമരത്തിന് തൊഴിലാളികൾ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ എളമരം കരീം. തൊഴിൽ രംഗത്ത് കൂടുതൽ ചൂഷണത്തിന്റെ സാഹചര്യമൊരുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്നും എളമരം കരീം ചേർത്തലയിൽ പറഞ്ഞു. ശേഷം ഇസ്ലാമിക ഭരണം പടിഞ്ഞാറ് സ്പെയിൻ വരെ മുസ്ലിം ചക്രവർത്തിമാരുടെ കീഴിലായി. കിഴക്ക് ഇന്തോനേഷ്യ വരെ ക്രൈസ്തവ ലോകത്തിന് ചെറുത്തു നിൽക്കാൻ സാധിച്ചില്ല. എന്നാൽ പിൽക്കാലത്ത് യൂറോപ്പിലാണ് ശാസ്ത്ര സാങ്കേതിക വിപ്ലവം ഉണ്ടാകുന്നത്. തികഞ്ഞ മതവിശ്വാസത്തിലും മറ്റും കഴിഞ്ഞുകൂടിയിരുന്ന മുസ്ലിം ലോകത്ത് ആ ശാസ്ത്രീയമായ നേട്ടങ്ങളും വളർച്ചയെക്കാളും ഉണ്ടായില്ല. ശാസ്ത്ര വളർച്ചയിൽ മുന്നോട്ട് വന്ന യൂറോപ്പിൻ്റെ മുമ്പിൽ ഈ മുസ്ലിം ഭരണകൂടങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവരെല്ലാം തകർന്നു. അവസാനത്തെ രാഷ്ട്രമായിരുന്നു ഇസ്ലാമിക ഭരണമായിരുന്നു തുർക്കിയിൽ. കേന്ദ്ര സർക്കാർ നിരന്തരം തുടർന്നുവരുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അതിജീവന സമരത്തിന് അണിനിരക്കണമെന്ന് CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം പറഞ്ഞു. കേരള NGO യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് അതിജീവന സമരങ്ങളും തൊഴിലാളി വർഗ ഐക്യവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ചേർത്തലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എളമരം കരീം. തൊഴിലവകാശങ്ങൾ നിരാകരിച്ചു തൊഴിൽ രംഗത്ത് അമിത ചൂഷണത്തിന് സാഹചര്യം ഒരുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ഇതിനെതിരെ 20-ന് നടക്കുന്ന ദേശീയ പണിമുടക്ക് തൊഴിലാളി വർഗത്തിൻ്റെ അതിജീവന സമര ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർക്കുമെന്നും എളമരം കരീം പറഞ്ഞു. ചേർത്തല ടൗൺ NSS കരയോഗം ഹാളിൽ നടന്ന സെമിനാറിൽ സംഘാടക സമിതി കമ്മിറ്റി ചെയർമാൻ NR ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ്, PP ചിത്തരഞ്ജൻ MLA, NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MB ശശിധരൻ, ജനറൽ സെക്രട്ടറി MA അജിത് കുമാർ, CITU സംസ്ഥാന സെക്രട്ടറി P ഗാനകുമാർ, മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ്, P ഷാജിമോഹൻ, B വിനോദ്, B സന്തോഷ്, C സിലീഷ് തുടങ്ങിയവർ സംസാരിച്ചു.